നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പീഠഭൂമികൾ എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ ഭൂഭാഗം, ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ ഭൂഭാഗം ഇന്ത്യൻ ഉപദ്വീപ് ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ ഭൂഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഇന്ത്യൻ ഭൂവിഭാഗങ്ങളിൽ ആദ്യം രൂപവൽകൃതമായത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ ഭൂവിഭാഗങ്ങളിൽ ആദ്യം രൂപവൽകൃതമായത് ഉപദ്വീപീയ പീഠഭൂമി. ലാവാ പീഠഭൂമിക്ക് ഒരു ഉദാഹരണമാണ് ഡെക്കാൻ പീഠഭൂമി. ലാവാ പീഠഭൂമിക്ക് ഉദാഹരണമാണ് ഡെക്കാൻ പീഠഭൂമി. ഭൂഖണ്ഡാന്തര പീഠഭൂമിക്ക് ഒരു ഉദാഹരണം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഭൂഖണ്ഡാന്തര പീഠഭൂമിക്ക് ഉദാഹരണമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ലാവാ പീഠഭൂമിക്ക് ഉദാഹരണം ഏതായിരുന്നു? ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എത്രയാണ്? ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും കുറഞ്ഞു വരുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ മാത്രം കാണപ്പെടുന്ന ഭൂരൂപമാണ് ഡെൽറ്റകൾ. ഒന്നുകൂടി നോക്കാം. ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ ഭൂഭാഗം ഇന്ത്യൻ ഉപദ്വീപ്. ഇന്ത്യൻ ഭൂവിഭാഗങ്ങളിൽ ആദ്യം രൂപവൽകൃതമായത് ഉപദ്വീപീയ പീഠഭൂമി. ലാവാ പീഠഭൂമിക്ക് ഒരു ഉദാഹരണം ഡെക്കാൻ പീഠഭൂമി. ഭൂഖണ്ഡാന്തര പീഠഭൂമിക്ക് ഒരു ഉദാഹരണം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും കുറഞ്ഞു വരുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ മാത്രം കാണപ്പെടുന്ന ഭൂരൂപമാണ് ഡെൽറ്റകൾ. അടുത്തത് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തിയിൽ എന്താണ്? പശ്ചിമഘട്ടം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏതു ഭാഗത്താണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏത് ഭാഗത്താണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? തെക്ക് ഭാഗത്താണ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തിയാണ് നമ്മൾ പശ്ചിമഘട്ടം പറഞ്ഞത്. ഉപദ്വീപീയ പീഠഭൂമി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതു ഭാഗത്താണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? തെക്കു ഭാഗത്ത്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ക്രമരഹിതമായ ത്രികോണാകൃതി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ക്രമരഹിതമായ ത്രികോണാകൃതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പടിഞ്ഞാറൻ മധ്യേന്ത്യയിലെ ഒരു വലിയ അഗ്നിപർവ്വത പ്രവിശ്യ ഡെക്കാൻ ട്രാപ്സ്. പടിഞ്ഞാറൻ മധ്യേന്ത്യയിലെ ഒരു വലിയ അഗ്നിപർവ്വത പ്രവിശ്യ ഡെക്കാൻ ട്രാപ്സ്. ഡെക്കാൻ ട്രാപ്സ് മേഖലയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് മണ്ണാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്സ് മേഖലയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. ഒന്നുകൂടി, ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി പശ്ചിമഘട്ടം,
ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏതു ഭാഗത്താണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? തെക്ക് ഭാഗത്ത്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ക്രമരഹിതമായ ത്രികോണാകൃതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പടിഞ്ഞാറൻ മധ്യേന്ത്യയിലെ ഒരു വലിയ അഗ്നിപർവ്വത പ്രവിശ്യ ഡെക്കാൻ ട്രാപ്സ്. ഡെക്കാൻ ട്രാപ്സ് മേഖലയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. അടുത്തത് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് എന്ത്? റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് എന്താണ്? കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിനെ തന്നെയാണ് റിഗർ മണ്ണ് എന്ന് പറയുന്നത്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണ്. സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ ഏത് മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ ഏത് മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുത്ത മണ്ണ്. സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ ഏത് മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്ത് പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്ത് പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ചുവന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്ത് പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ചുവന്ന മണ്ണാണ്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണ്. സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ ഏത് മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുത്ത മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്ത് പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ചുവന്ന മണ്ണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.